റൈറ്റ്. ഫസ്റ്റ് ഇപ്പം നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തെർമൽ എനർജി റിസർവോയേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ തെർമൽ എനർജി റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. തെർമൽ എനർജി സോഴ്സ് ഉണ്ട്, അതുപോലെ തെർമൽ എനർജി സിങ്ക് ഉണ്ട്. ഇപ്പം ഈ തെർമൽ എനർജി സോഴ്സിൽ നിന്നാണ് നമുക്ക് ഹീറ്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ തെർമൽ എനർജി സോഴ്സിൽ നിന്ന് ഹീറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ തെർമൽ എനർജി റിസർവോയർ. അപ്പോൾ എത്ര ഹീറ്റ് എടുത്താലും അതിൻ്റെ ടെമ്പറേച്ചറിന് കാര്യമായിട്ട് ചേഞ്ച് വരില്ല. ഫോർ എക്സാമ്പിൾ സൺ. ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഒരുപാട് എനർജി പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്, റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സൂര്യൻ്റെ ടെമ്പറേച്ചർ താഴുന്നില്ല, ഇറ്റ് മീൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതൊരു തെർമൽ എനർജി റിസർവോയർ ആണ്. ഇപ്പോൾ ഈ സോഴ്സ് എന്ന് പറയുന്നത് റിസർവോയർ ആണ്. അതുപോലെ തെർമൽ എനർജി സിങ്ക്. നിങ്ങൾക്ക് എത്ര ഹീറ്റ് നിങ്ങളൊരു തെർമൽ എനർജി സിങ്കിലേക്ക് കൊടുത്താലും ഇതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇസ് ടെമ്പറേച്ചർ വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്ര ഹീറ്റ് പോയാലും അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കാര്യമായിട്ട് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുപോലെ ഒരു ലേക്ക്, അതൊരു തെർമൽ എനർജി സിങ്ക് ആണ്. നിങ്ങൾ എത്ര ഹീറ്റ് ലേക്കിലേക്ക് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ടെമ്പറേച്ചറിന് കാര്യമായിട്ട് ചേഞ്ച് വരുന്നില്ല. സോ ദാറ്റ് ഈസ് എ തെർമൽ എനർജി സിങ്ക്. ഇപ്പോൾ തെർമൽ എനർജി റിസർവോയർ എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്, തെർമൽ എനർജി സോഴ്സും തെർമൽ എനർജി സിങ്കും. ഇതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്, എത്ര ഹീറ്റ് അതിൽ നിന്ന് എടുത്താലും അങ്ങോട്ട് സപ്ലൈ ചെയ്താലും ഇതിൻ്റെ ടെമ്പറേച്ചറിന് കാര്യമായിട്ടുള്ള ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഇതിനെയാണ് തെർമൽ എനർജി റിസർവോയർ എന്ന് നമ്മൾ വിളിക്കുന്നത്.